വെൽക്കം ബാക്ക്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആവാറായി. അപ്പോൾ ബീഫ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് എന്ത് ന്യൂ ഇയർ അല്ലേ? അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1/2 kg ബീഫും എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫ് നന്നായിട്ട് കഴുകണം. ഞാനൊരു 4, 5, 6 വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് കഴുകി എന്നിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. കുറച്ച് നേരം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ബീഫാണ്, നല്ല കിളുന്ന ബീഫാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പം ഞാനിവിടെ 2 സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, 2 തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണാണ് വേണ്ടത്. പിന്നെ വേണ്ടത് പൊടികളാണ്. ഞാൻ എല്ലാ പൊടിയും കൂടെ ഒന്നിച്ചിട്ടേക്കുവാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ മെയിനായിട്ട് ഇടുന്ന പൊടികളെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബീഫ് ആദ്യം ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കഴുകി കൊണ്ടുവന്നിരിക്കുന്ന ബീഫ് നമുക്ക് ഈ ബൗളിലേക്ക് ആദ്യം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോരോ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെയുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വേണം നമ്മുടെ ബീഫിലേക്ക് ആഡ് ചെയ്യാൻ. ഞാൻ 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക് എന്ന ഒരു കാൽക്കുലേഷനിലാണ് എടുത്തേക്കുന്നത്. കാരണം ബീഫ് എത്ര ഉണ്ടോ അതനുസരിച്ച് എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ചതച്ചതാണ് കേട്ടോ. അരച്ചു വിടാം, ചതച്ചു വിടാം. പിന്നെ പൊടികൾ ഇടണം. ഇതിൻ്റെ അകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി, നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ആഡ് ചെയ്തേക്കുക കേട്ടോ. ഇതിൻ്റെ എല്ലാം കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്രയും പൊടിയും കൂടെ നമ്മുടെ ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ആ ഒരു മസാല നമ്മുടെ ഈ ബീഫിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അപ്പം ഞാൻ നന്നായിട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ശക്തിയൊക്കെ ഉപയോഗിച്ച് നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ അങ്ങോട്ട് പുരട്ടി വെക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കണം. അപ്പോഴാണ് ഞാൻ ഉപ്പിട്ടില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് പുരട്ടി വെക്കണം. ഞാനൊരു 10-20 മിനിറ്റ് മാറ്റി വെക്കും. നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റുന്നോ അത്രയും നേരം വെക്കുക. എത്ര നേരം വെച്ചാലും നന്നായിട്ട് മസാല പിടിക്കും. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റേ ഞാൻ വെക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാം പുരട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കുക്കറിലാണ്. ഞാനൊരു കുഞ്ഞ് കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് മസാലയെല്ലാം നന്നായിട്ട് പുരണ്ടിരിക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അടച്ച്. അപ്പം നമ്മുടെ ഈ കുക്കറിലേക്ക് നമ്മുടെ ഈ ബീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഒരുപാട് ഇറങ്ങും. അപ്പം ഞാനൊരു 1/2 കപ്പ് വെള്ളം വെച്ചിട്ട് ഒരു 8 വിസിലോളം അടിക്കണം. കാരണം നമുക്ക് ബീഫിൻ്റെ വേവ് എന്താണെന്ന് അറിയത്തില്ല, ചിക്കൻ പോലെ അല്ലല്ലോ ബീഫ്. അപ്പം ഞാൻ സാധാരണ ഒരു 8 വിസിലാണ് അടിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു 6-7 എന്തായാലും വേണം. അപ്പോഴത്തേനും നമുക്കൊരു 10-15 കുഞ്ഞുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറി ലീവ്സ്, പിന്നെ നേരത്തെ എടുത്ത അതേ മസാലക്കൂട്ടിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ പൊടിയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ആ കൂട്ടും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമ്മൾക്ക് വിസിൽ വരുന്ന ആ ടൈമിൽ സെറ്റാക്കണം. അപ്പം ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് വന്നപ്പോഴത്തേന് ഓയിൽ ആഡ് ചെയ്തു. ഓയിൽ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും നമ്മുടെ കുഞ്ഞുള്ളിയും കറി ലീവ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോൾ ഒരുപാട് കരിക്കരുത്, അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ഇത് മൂപ്പിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ മസാലകളുണ്ടല്ലോ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഫെനൽ സീഡിൻ്റെ പൊടി, അതെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറി വരണം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരും. കാരണം ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. പൊടി കരിഞ്ഞ് പോയാൽ നമ്മുടെ ആ ബീഫിൻ്റെ ടേസ്റ്റേ നഷ്ടപ്പെടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇടുക. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തണുക്കണം. തണുത്തിട്ട് വേണം നമുക്കിനി ബാക്കി സ്റ്റെപ്പ് ചെയ്യാൻ. അപ്പം ഇത് ഓൾമോസ്റ്റ് തണുത്ത് വരുന്നുണ്ട്. അപ്പോഴത്തേനും ഇവിടെ വിസിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ 7ാമത്തെ വിസിലാണ്. ഒരു വിസിലും കൂടി അടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ഞാനിത് തണുത്തിട്ടുണ്ട്. നമുക്കിനിയും വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. ഈ ജാറിലേക്ക് ഈ മിക്സി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പം റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം ഇത് നമ്മൾ ആക്കി വെക്കണം കേട്ടോ. ഈ ഉള്ളിയൊക്കെ ചൂടോടെ മിക്സിയിലോട്ട് ഇടരുത്. ഒന്ന് തണുത്തിട്ട് വേണം അരയ്ക്കാനെടുക്കാൻ. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ അരയ്ക്കുക. ഒരുപാട് വെള്ളവും കൂടാൻ പാടില്ല, ഒരുപാട് കുറയാനും പാടില്ല. അപ്പം ഒരു കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അപ്പം ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ, ഉള്ളിയുടെ മിക്സ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒരു കളർ ഒന്ന് മാറി വരണം.
എന്നിട്ട് നമ്മുടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇത് തിളയ്ക്കണം. തിളച്ച് വരുമ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഡാർക്ക് റെഡ് കളറൊക്കെ വരും. ചെറുതായിട്ട് കളർ മാറി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ ബീഫ് സെറ്റായിട്ടുണ്ട്. ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇപ്പം ഞാനൊരു 8 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ ഇനി. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം, ഇഞ്ചി വെളുത്തുള്ളിയുടെയും ആ ബീഫിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കറി ലീവ്സും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പം വേണ്ടവർക്ക് ഉപ്പ് ഇല്ലെന്ന് തോന്നുവാണെങ്കിൽ ഈ ടൈമിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഓൾമോസ്റ്റ് കറി കുറുകി നല്ല തിക്ക് ഗ്രേവിയിൽ വന്നിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിനൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയാണ്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയാണ് ഞാൻ കഴിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാം. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഒന്നും അറിയേണ്ട. കുക്കറിലിട്ട് അതൊന്ന് വിസിൽ വരുമ്പോഴത്തേനും നമുക്ക് ആ പേസ്റ്റ് ഉണ്ടാക്കുക, അതിലേക്ക് തട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും സിമ്പിളാണ്, അത്രയും ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് പറ്റിയൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അത്രയേ ഉള്ളൂ. ബൈ ബൈ.